ശ്രീമതി വളർമതി എങ്ങനെ കാണുന്നു? ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ അല്ലേ, ഈ യുവാക്കളുടെയും യുവതികളുടെയും ഒക്കെ ഒരു സ്വപ്നമാണ് സർക്കാർ ജോലി കിട്ടുക എന്ന്. അതിനുവേണ്ടി അധ്വാനിക്കുന്നു, കണ്ണിൽ എണ്ണയൊഴിച്ച് പഠിക്കുന്നു, അതിന് ഉള്ള പരിശീലനം എല്ലാം നേടുന്നു, സ്വായത്തമാക്കുന്നു. പക്ഷേ അവസാനം ഈ രീതിയിലാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ, നമ്മളൊക്കെ വളരെ വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനം എന്ന രീതിയിലാണ്, ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന രീതിയിലാണ് ഇതുവരെ നമ്മളതിനെ കൊണ്ടു നടന്നത് അല്ലേ. നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ അതായിരുന്നു. വളരെ സുതാര്യമായിട്ടാണ് നിയമനങ്ങൾ നടത്തുന്നത്. പക്ഷെ അതെല്ലാം തകർത്തിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ഇതിലും വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണ്ടേ? എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഉറപ്പായിട്ടും ഇപ്പോൾ വിനോദ് സാറ് പറഞ്ഞ പോലെ തന്നെ ഈ PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയ സ്വപ്നം വേഗം പഠിച്ച് ജോലിയിൽ കയറുക എന്നുള്ളതാണ്. അത് വർഷങ്ങളോളം പഠിക്കേണ്ടി വരുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. ഈ വർഷങ്ങളോളം പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് പോകാൻ പറ്റില്ല. അത് ഉപേക്ഷിച്ചിട്ട്, അതായത് ഇത്രയും കാലം പരിശ്രമിച്ച് ജോലിയിൽ കയറാതെ ഇനി അത് ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും ജോലിയിലേക്ക്, ആ ജോലി സാധ്യതയിലേക്ക് പോകുക എന്നുള്ളത് PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന ഒരു കാര്യമല്ല. അവർ വിചാരിച്ചാൽ പോലും അത് വിട്ട് പുറത്തു പോകാൻ പറ്റില്ല. അവർക്ക് ആകെ ആശ്രയം എന്തായാലും ഇത്രയും കാലം പഠിച്ചു, ഇത് നേടിയിട്ടേ കാര്യമുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് അവർ വീണ്ടും പഠനം തുടരുന്നത്. പക്ഷേ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്, കുറേ 5 വർഷത്തോളം 6 വർഷത്തോളം ഒക്കെ അവരുടെ ടൈം ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഒരു ലിസ്റ്റിൽ പെട്ടാൽ പോലും, ലിസ്റ്റിൽ അകപ്പെടുക എന്നുള്ളത് തന്നെ വലിയൊരു ഡിഫിക്കൽട്ടിയാണ്. അതിനിടയിൽ അതിൽ പെട്ടാൽ പോലും ഒരു ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളത് വെറും സ്വപ്നമായിട്ട് അവശേഷിക്കുന്ന എത്രയോ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഓരോ റാങ്ക് ലിസ്റ്റുകളും എടുത്തു കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റും, പൂർണ്ണമായിട്ടും ഒരാളെ പോലും എടുക്കാതെ അവസാനിക്കുന്ന ഒത്തിരി റാങ്ക് ലിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ PSCയുടെ ഈ ക്രമക്കേടുകൾ പുറത്ത് കൊണ്ടുവരാൻ പരിശ്രമിക്കാൻ പറ്റാത്ത എത്രയോ ലിസ്റ്റുകൾ അങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. പക്ഷെ പലയിടങ്ങളിലും ഇതൊന്നും ഉദ്യോഗാർത്ഥികൾ എഫേർട്ട് എടുത്താൽ മാത്രമാണ് അതിനകത്ത് അഴിമതികളുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ കഴിയുക. പക്ഷെ പല ലിസ്റ്റുകളിലും ഈ പറഞ്ഞ പോലെ മഞ്ഞുമല പുറത്ത് കാണുന്നത് കുറവായിരിക്കും. അതിന് അഗാധമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരുപാട് വിവരങ്ങൾ കാണാം. ഇതൊക്കെ PSCയുടെ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഞങ്ങളാകെ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ മൊത്തം PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ വളരെ ആശങ്കയിലും ഇനി പരീക്ഷ എഴുതിയാൽ തന്നെ കിട്ടും എന്നുള്ളൊരു ആശങ്കയിലൊക്കെ കടക്കുന്നു. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ഇപ്പോൾ LPST എന്ന് പറയുന്ന നമ്മുടെ ഒരു ലിസ്റ്റിൻ്റെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു വർഷം പിന്നിട്ടിട്ട് 2ാമത്തെ വർഷത്തിലോട്ട് കിടക്കുമ്പോഴും ഒരു റാങ്കുകാരന് പോലും, അതായത് 1ാം റാങ്കിന് പോലും ജോലിയില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഉണ്ടാവുന്ന ഒഴിവുകൾ മുഴുവൻ ഈ താൽക്കാലികക്കാരെ പോസ്റ്റ് ചെയ്യുകയും അത് പോരാതെ എയ്ഡഡ് അധ്യാപകരെ വരെ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച കൂടെ ഈ കഴിഞ്ഞ ആഴ്ച പോലും അങ്ങനെ ഒരു ഓർഡർ തിരുവനന്തപുരം DDന്ന് കിട്ടുകയുണ്ടായി. അപ്പം അത്തരം സമീപനങ്ങൾ ഒട്ടും ശരിയായ ഒരു പ്രവണതയല്ല. അതിലേക്ക് സർക്കാർ കണ്ണു തുറക്കണമെന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്.